നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോ റിസർച്ച് സെന്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അടിയാനും ചോതി തമ്പ്രാനും ചോതി എന്ന് പറയുന്നതിലെ യുക്തി എന്ത്? ഓരോ വ്യക്തികളും ജനിക്കുന്ന സമയത്തെ വ്യത്യസ്തമായ ഗ്രഹനിലകളുടെയും ഗ്രഹയോഗങ്ങളുടെയും ജനന സമയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളുടെയും ജാതക ഫലം വളരെ വ്യത്യസ്തമായിരിക്കും. എന്നാൽ ചന്ദ്രനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ കൂറിനെ അടിസ്ഥാനമാക്കി വ്യാഴ മാറ്റഫലമോ ഗോചര ചാരവശാലുള്ള ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ കൂറ് ഫലമോ നിർണ്ണയിക്കുമ്പോൾ അത് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണം എന്നില്ല. ഇത് വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പ്രേക്ഷകൻ എൻ്റെ കാര്യം ശരിയാകുന്നില്ല, എനിക്ക് പറഞ്ഞതൊന്നും ശരിയല്ല എന്നാണ് ചിന്തിക്കുന്നത്. ഓരോ ജാതകങ്ങളിലെയും ഗ്രഹങ്ങളുടെ ബലാബലങ്ങളും യോഗബലങ്ങളുമാണ് ഒരാളിനെ സാധാരണക്കാരനാക്കുന്നതും ഒരാളിനെ അതിസമ്പന്നനാക്കുന്നതുമെല്ലാം. അത് യോഗബലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരേ നക്ഷത്ര ജാതകരായ വ്യത്യസ്ത ആൾക്കാർക്ക് വ്യത്യസ്തമായ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. അത് അവരുടെ വ്യക്തിഗത ജാതക ഫലമാണ്. ഇതാണ് ഈ ചൊല്ലിൻ്റെ അടിസ്ഥാനം. അടിയാനെ അടിയാനാക്കുന്നതും തമ്പ്രാനെ തമ്പ്രാനാക്കുന്നതും അവരവരുടെ ജാതകത്തിലെ ഗ്രഹയോഗ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിന് നമ്മളുടെ വാരഫലമോ മാസഫലമോ വാർഷിക ഫലമോ വായിക്കുമ്പോൾ നമ്മളുടെ ഫലങ്ങൾ കൃത്യമാകാതെ വരുന്നുവെങ്കിൽ അത് നമ്മളുടെ ജാതകത്തിലെ പ്രത്യേകതകൾ കൊണ്ടാണ്. നമ്മളുടെ ജാതകം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് ഓരോ ജാതകങ്ങളും. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. പുവർ ക്ലാസ് എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്, അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ സാധാരണ ആൾക്കാരും സമ്പന്നരും അതിസമ്പന്നരുമെല്ലാം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവരെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് അവരുടെ ജാതകത്തിലെ യോഗങ്ങളാണ് എന്ന് വിചാരിച്ച് ഒരാൾ എന്നും ദരിദ്രനായി തന്നെ തുടരണമെന്നോ എന്നും അതിസമ്പന്നനായി തന്നെ തുടരണമെന്നോ ഇല്ല. ഇതെല്ലാം അവരുടെ ജാതക ഫലങ്ങളാണ്. ഓരോ വ്യക്തിയും ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളും അനുഭവത്തിൽ വരുന്നത് ജ്യോതിഷപ്രകാരം അവരുടെ മുജ്ജന്മ കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജീവിതത്തിൽ ക്ലേശ ദുരിത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ അവരവരുടെ നാട്ടിലെ നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് ജാതകം പരിശോധിപ്പിച്ച് വേണമെങ്കിൽ ഒരു ചിന്തയും കൂടെ നടത്തി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ക്രമേണ അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. അവരവരുടെ കർമ്മഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. അപ്പം കർമ്മദോഷം കാലദോഷമായി അവരവരെ തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തു ചെയ്യുന്നോ അത് നിങ്ങളെ തേടിയെത്തും. അതിനാൽ ശുഭകരമായ ചിന്തകൾ പുലർത്തുക, നല്ല സംസാരം, നല്ല പ്രവർത്തികൾ, ദാനധർമാദികൾ, ഈശ്വരാരാധന എന്നിവ ജീവിതത്തിലുടനീളം നിലനിർത്തിക്കൊണ്ടു പോവുക, സഹജീവികളോട് കരുണയുള്ളവരായിരിക്കുക, ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുക, ജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക, ഇവയെല്ലാം ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ.